അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് വൻപയറാണ്. വൻപയറാണെങ്കിൽ ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതാണ്. അത് ഒന്ന് ഹാഫ് ബോയിൽ ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്ക് വേണ്ടത് മത്തനാണ്. മത്തൻ നല്ല ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്ത മത്തൻ. പിന്നെ അത് തിന്നായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് പച്ചപ്പയറാണ്. പച്ചപ്പയർ നല്ല നാടൻ പച്ചപ്പയറാണിത്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പച്ചമുളക്, നല്ല നെടുകെ കയറിയ പച്ചമുളക് ഒരു 3 നമുക്ക് ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം. വൻപയർ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ പച്ചക്കറികളായിട്ടുള്ള മത്തനും പച്ചപ്പയറും പിന്നെ പച്ചമുളകും ഇട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവുന്നവരെ അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഇതൊരു 5-10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാകും. കാരണം മത്തനും പയറിനും ചെറിയ വേവാണുള്ളത്, അതുകൊണ്ട് അത് തന്നെ ധാരാളം മതിയാകും. അപ്പോൾ ഒരു 5-10 മിനിറ്റിന് ശേഷം ഇത് ഒന്ന് തുറന്ന് നോക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ മത്തനും ഞാൻ വെച്ചതിൽ മത്തനും പയറും വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്തോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര എനിക്കൊന്നൊരു 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കണം. കാരണം ഇതൊരു മധുരമുള്ള ഡിഷാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എന്താ പറയുക, മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം, ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫാക്കാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സെമി ഗ്രേവിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാവുന്നതാണ്. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിക്കോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കൺസിസ്റ്റൻസിയിലാകുമ്പോൾ ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാവുന്നതാണ്. ഒരു 1 മണിക്കൂറിനൊക്കെ ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഓൾ റെഡി ഒരു 20 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക്